ഹലോ ഫ്രണ്ട്സ്, നമുക്ക് 3 മീറ്ററുള്ള ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഷർട്ട് കോളർ മോഡലിൽ ഒരു കുർത്തി എങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു അളവിലാണ് ഞാൻ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കുറവാണ് നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തുണി ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെഷർമെൻറ്റിലാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്ക് പോർഷനിൽ ഒരു 15 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വണ്ണം 10 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ച് തയ്യൽ തുമ്പൂടി ചേർത്ത് 12.5 ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഷോൾഡർ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആം ഹോൾ ലെങ്ത്തും ഒരു 7 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം കേട്ടോ. ഇതൊരു ലാർജ് സൈസ് ആ ഒരു മെഷർമെൻറ്റിലാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ചെസ്റ്റ് വണ്ണമായിട്ടുള്ള 10 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോൾ ലെങ്തായിട്ട് കൊടുത്ത 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആം ഹോൾ കർവൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് ഏരിയയുടെ വിഡ്ത്താണ്. അപ്പോൾ ഞാൻ 9 ഇഞ്ചാണ് വേസ്റ്റ് ഏരിയയുടെ വണ്ണമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അഡീഷണൽ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരച്ച ആ ഒരു മാർക്കിങ്ങും വേസ്റ്റ് ഏരിയയുടെ മാർക്കിങ്ങും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കെയിലൊക്കെ വെച്ച് വരച്ചെടുക്കാം. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നിവർത്തിയിട്ട് നോക്കുകയാണെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ടിട്ടാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പിന് വേണം. അപ്പോൾ നമുക്ക് ആക്ച്വലി നെക്കിൻ്റെ അകലം 3 മതിയെങ്കിലും 1/4 ഇഞ്ച് അഡീഷണലായിട്ട് അങ്ങനെ 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച്. എന്നിട്ട് അതിലൊരു സ്ക്വയർ വരച്ച് നോർമലായിട്ട് എങ്ങനെയാണോ നമ്മളൊരു നെക്കിൽ യു വരയ്ക്കുന്നത് അതേപോലെ യു വരച്ച് അത് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിലെ പോർഷൻ എടുത്തിട്ട് അതിലൊരു 1/2 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. കോളർ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും മതിയാവും. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തൊരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കോളർ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരുമെന്ന് ഡൗട്ടുണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ അത്ര കൺഫ്യൂഷനൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ വെക്കുന്നതുകൊണ്ട് തന്നെ ആ വരുന്ന ഭാഗത്ത് മറിച്ചടിക്കാൻ വേണ്ടി ഒരു തുണി വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ആം ഹോള് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന പീസിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് നെക്ക് കൂടി മറിച്ചടിക്കാൻ കറക്റ്റായിരിക്കും. എന്നിട്ട് നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഒരു 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുട്ടും കഴിഞ്ഞ് കുറച്ചുകൂടി 3/4 നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 15 കൊടുത്തിട്ട് മുകളിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ചെയ്ത് അതിൻ്റെ അതേപോലെ അങ്ങ് അറ്റത്തെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരച്ച് നമ്മൾ ആ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ മുട്ടിച്ചെടുക്കുന്നുണ്ട്.
എനിക്ക് കൈയുടെ വണ്ണം 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ച് മാത്രമാണ് കേട്ടോ എനിക്ക് തയ്യൽ തുമ്പ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മെറ്റീരിയലിന് വീതി കുറവാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ വരച്ച സ്ലീവിൻ്റെ ഷേപ്പിൽ ഒന്ന് അളന്ന് നോക്കുകയാണ് നമ്മുടെ ആം ഹോളും ഇതും തമ്മിലുള്ള അളവ് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലീവ് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് വരുന്ന പോർഷന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ചുളിവുകളൊക്കെ നന്നായിട്ട് മാറും. ശേഷം ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് നീളത്തിന് ഒരു 2 പീസ് വള്ളിക്ക് വേണ്ടിയും കൂടി കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ബാക്ക് പോർഷനുമായിട്ട് ചേർത്ത്, അതായത് നല്ല വശവും ചേർത്ത് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷോൾഡറിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 വശത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിൽ നെക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ 2 ഇഞ്ച് മുതൽ ബാലൻസ് ഉള്ള നെക്കിൻ്റെ ഒരു ഏരിയ അളന്നെടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ട് 2 പീസ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു റൗണ്ട്, അതായത് 2 ഇഞ്ച് പോയിട്ട് ബാക്കി റൗണ്ട് 7 ഇഞ്ചല്ലേ വന്നത്. അപ്പോൾ ആ 7 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻ്റ് എല്ലാം ചേർത്ത് ഒരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാണുന്ന പോലെ ആ വീതിയിൽ 1.5 ഇഞ്ചും നീളത്തിൽ 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്ത് ഒരു സ്ലോപ്പ് പോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ഇതുപോലെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കോളർ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഷർട്ട് കോളർ മോഡൽ ആയതുകൊണ്ട് നമുക്ക് സ്ട്രിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആ ഒരു കോണ് പോലെ വരുന്ന ഭാഗവും 2 സൈഡും അങ്ങനെ 3 ഭാഗം നമ്മൾ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ആ എഡ്ജിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് മറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ എഡ്ജ് ഭാഗങ്ങളെല്ലാം പേനയോ പെൻസിലോ വെച്ചിട്ട് നന്നായിട്ട് പുറത്തേക്ക് തള്ളിയെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് പതിച്ചടിച്ചു കൊടുക്കലാണ്. നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും പതിച്ചടിച്ചു കൊടുത്താലേ കോളറൊക്കെ നീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 വശവും പതിച്ചടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് മെറ്റീരിയലിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 4 വശവും നന്നായിട്ട് പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോളറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലും നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 നോട്ട് കൂടി ഒരുമിച്ച് വെച്ചിട്ട് സെൻട്രലിൽ നിന്നാണ് ഫ്രണ്ടിലേക്ക് കോളർ വെച്ച് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് കോളർ തമ്മിൽ വേരിയേഷൻ വരത്തില്ല കേട്ടോ. 2 സൈഡിലും ഈക്വലായിട്ട് നിന്നോളും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുത്ത ഭാഗത്ത് നമുക്കൊരു എക്സ്ട്രാ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ വെച്ച് മറിച്ചടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബട്ടണിൻ്റെ, അതായത് ഫ്രണ്ട് ഓപ്പണിങ്ങിൻ്റെ ആ താഴ്ഭാഗത്ത് നിന്ന്, യോക്കിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നെക്കിലേക്ക് വരുന്ന രീതിയിലാണ് അടിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ലൈനിങ് വെച്ച് ചുരിദാറിൻ്റെ നെക്കൊക്കെ അടിച്ചെടുക്കുന്ന പോലെ ഒന്നിൽ നെക്ക് കട്ട് ചെയ്തെടുക്കും, മറ്റേതിൽ നെക്ക് കട്ട് ചെയ്യത്തില്ല. വെച്ച് അടിച്ച ശേഷം നമ്മൾ ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയുന്നത് പോലെ ഇങ്ങനെ വെച്ച് അടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡർ വരെ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ. എന്നിട്ടാണ് നമ്മൾ അതിൽ കട്ടിങ്സൊക്കെ കൊടുത്ത് മറിച്ചടിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കോളറിൻ്റെ പരിപാടിയൊക്കെ സ്ലീവാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്ലീവും ഞാൻ അറ്റം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളർ അറ്റാച്ച് ചെയ്ത സെയിം പ്രൊസീജിയറിലാണ് സ്ലീവും ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അതായത് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഷോൾഡർ പോർഷനിൽ നിന്ന് സൈഡിലേക്ക്, അതായത് സെൻട്രലിൽ നിന്ന് സൈഡിലേക്ക് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ
അപ്പോഴത്തേന് നമ്മുടെ സ്ലീവും റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 വള്ളി കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ അരികുവശത്തൂടി അടിച്ചെടുത്ത് ഒന്ന് മറിച്ചെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിലും വള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് അനുസരിച്ച് നമുക്കത് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ വണ്ണമാണ് അടിക്കുന്നത്. അപ്പോൾ കൈയുടെ വണ്ണം ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മെഷർമെൻ്റ് അനുസരിച്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ വണ്ണമെല്ലാം അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി വള്ളി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നമ്മൾ എൻ്റെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുർത്തി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇത് യൂസ്ഫുള്ളായോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.